വായിൽ വരുന്നതെന്തും കോതയ്ക്ക് പാട്ട് വിളമ്പി കയ്യടി വാങ്ങി നമ്മുടെ തൃശ്ശൂരിലെ കൃസംഗി മനസ്സുകൾ കൂടി 400 പ്രതീക്ഷിച്ചൊപ്പം നിന്നപ്പോൾ MP ആയി തീർന്ന സുരേഷ് ഗോപിയേട്ടൻ്റെ നിലപാടുകളോട് കേന്ദ്ര സർക്കാരിനും BJPക്കും കടുത്ത അതൃപ്തിയും കടുത്ത പ്രതിഷേധവുമുണ്ട് എന്ന തരത്തിൽ ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത കണ്ടു. സംഗതി ഈ പറയുന്ന കാണുന്നവർക്കും പിന്തുണയ്ക്കുന്നവർക്കും നിർത്തിയിരിക്കുന്ന പാർട്ടിയിലെ ആളുകൾക്കുമെല്ലാം രഹസ്യമായ അഭിപ്രായം ഇതുതന്നെയാണ്. എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ പറയുമെന്ന് യാതൊരു യുക്തിയും ബോധവുമില്ലാതെ പ്രവർത്തിച്ച് തിളങ്ങി നിൽക്കുകയാണ്. സത്യത്തിൽ എന്നെ ഇവരൊക്കെ ജയിപ്പിച്ചല്ലോ എന്ന് ഇടയ്ക്കെങ്കിലും അദ്ദേഹം ചിന്തിക്കുകയും ചെയ്യുമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ അതൃപ്തി വരാൻ കാരണം വേറൊന്നുമല്ല, ഈ പറയുന്നത് പോലെ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ പേരിൽ എന്നെ പാർട്ടിയിൽ നിന്നോ MP സ്ഥാനത്ത് നിന്നോ പുറത്താക്കിയാൽ പോലും ഞാൻ സന്തോഷവാനായിരിക്കും എന്ന് പറയുമ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയയോടോ ജനങ്ങളുടെ പ്രതിനിധിയാവുന്നതിനോടോ വല്ല മൂല്യവും കൽപ്പിക്കുന്ന വാക്കുകളാണോ ആ പറയുന്നത്? സത്യത്തിൽ സിനിമയേക്കാൾ പ്രിയം ജനാഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനാണെന്ന് പറയുമ്പോഴാണ് ഒരു ജനപ്രതിനിധി തനിക്ക് കിട്ടിയ സമ്മതിദാന അവകാശത്തോട് നീതി പുലർത്തത്തക്ക നിലയിലാവുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കളഞ്ഞു തന്നാൽ സന്തോഷമാകുമെന്നാണ്. തീർന്നില്ല. ആ വിഷയത്തിൽ അമിത്ഷയുടെ പേര് വലിച്ചഴിച്ചതിലും കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ടത്രേ. കാരണം അമിത്ഷയെ കാണാൻ ചെന്നപ്പോൾ എത്ര സിനിമയുണ്ടെന്ന് ചോദിച്ചിട്ട് അപേക്ഷയെല്ലാം കൂടെ വാരി ദൂരേക്കെറിഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം സിനിമയിൽ പറയുന്നത് പോലെ പൊതുവേദികളിൽ പറയുന്നത്. അമിത്ഷയൊക്കെ BJPയുടെ ആരാണ് എന്നുള്ളതിൻ്റെ വലിപ്പം സാക്ഷാൽ ഈ പറയുന്ന സുരേഷ് ഗോപിയേട്ടൻ അറിയണ്ടേ, മനസ്സിലാക്കണ്ടേ. പക്ഷേ അദ്ദേഹം മുൻപിൻ നോക്കാതെ കാച്ചുന്ന കാച്ച് ഇതുപോലെ വലിയ പ്രതിസന്ധിയായി പാർട്ടിക്ക് മാറുന്നു എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ കാരണം. ഏതായാലും എന്താണ് സംഭവിക്കുക എന്നറിയാൻ കാത്തിരിക്കാം.